പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്റെ കർത്താവിന്റെ സ്തോത്രം ചെയ്യും. കർത്താവിന്റെ കരം നമ്മുടെ ജീവിതത്തിലേക്ക് ചലിക്കുന്നത് നമ്മളെ അടിമകളാക്കാനല്ല, നമ്മളെ സ്വതന്ത്രരാക്കാനായിട്ട്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നമ്മുടെ ജീവിതത്തിനകത്ത് പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കാനായിട്ട്. പൂർണ്ണമായ സ്വാതന്ത്ര്യം. ദൈവവചനത്തില് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, പാപം ചെയ്തതായ ആദമും ഹവ്വയും മരണത്തിന് വിധേയപ്പെട്ടുപോയി, പാപത്തിന് വിധേയപ്പെട്ടുപോയി, പിശാചിന് വിധേയപ്പെട്ടുപോയി. ദൈവം അവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് സൗജന്യമായി ഭക്ഷിക്കാം, പക്ഷേ തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അതായത് നീ മരിക്കാതിരിക്കേണ്ടത് തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. അത് മാത്രമാണ് കർത്താവ് അവർക്ക് കൊടുത്തിരുന്ന ഒരൊറ്റ വ്യവസ്ഥ. എന്നാൽ ആ വ്യവസ്ഥയിൽ അവര് തെറ്റിപ്പോയി. അതായത് ഒന്ന് ചിന്തിച്ചു നോക്കുക, ആ ഒരു ചെറിയ വ്യവസ്ഥ, ആ ഒരു ചെറിയ കാര്യം മതി അവരുടെ ജീവിതത്തിൽ വലിയൊരു വീഴ്ച ഉണ്ടാക്കാം. എന്നാൽ ആ ഒരൊറ്റ ചെറിയ കാര്യത്തിൽ അനുസരണം മതി അവരുടെ ജീവിതത്തിലുള്ള സകല നന്മകളും അവരിൽ നിലനിൽക്കാനായിട്ട്. വേറൊന്നും വേണ്ട. അപ്പൊ അവരുടെ ജീവിതത്തിനകത്ത് അവരുടെ തോട്ടത്തിലുള്ള സകല വൃക്ഷഫലങ്ങളും സൗജന്യമായി തിന്നാനുള്ള സ്വാതന്ത്ര്യം. അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒരു കെട്ടപ്പെട്ട ഒരു വ്യക്തി അഴിച്ചുവിടുന്ന സ്വാതന്ത്ര്യം, കൂട്ടിനകത്ത് കിടക്കുന്ന ഒരു പറവയെ തുറന്നു വിടുന്ന സ്വാതന്ത്ര്യമല്ല. ഇതിനപ്പുറമായി ഒരു മകന് പിതാവിന്റെ വീട്ടിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യം, അവകാശം, ആ സ്വാതന്ത്ര്യമാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായത്. ആദമിനും ഹവ്വയ്ക്കും അവർക്കുണ്ടായിരുന്ന വലിയ കഴിവെന്ന് പറയുന്നത്, മറ്റെന്തിനേക്കാളും വലിയൊരു കഴിവെന്ന് പറയുന്നത്, അവർക്ക് ദൈവത്തോട് സംഭാഷിക്കാൻ, ദൈവത്തോട് ഇടപെടാനായിട്ട്, ദൈവത്തോടുള്ള ബന്ധം നിലനിർത്താനായിട്ട് അവരിൽ തന്നെ അവർക്കൊരു സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ അവർ പാപം ചെയ്തപ്പോൾ ദൈവം അവരെ വിട്ടു അകന്നു എന്നല്ല നമ്മൾ കാണുന്നത്. അവരുടെ മനസ്സാക്ഷിയിൽ അവർ ദൈവത്തെ വിട്ടാകുന്നു. ഞാൻ തെറ്റ് ചെയ്തു എന്ന ബോധം അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. ആദമും ഹവ്വയും ഒരു വൃക്ഷത്തിന്റെ തണലിൽ ചെന്ന് മറഞ്ഞിരിക്കുക. കർത്താവിന്റെ ശബ്ദം കേട്ടപ്പോൾ ഭയന്നു പോയി എന്ന വചനത്തിൽ കാണുന്നു. പക്ഷെ കർത്താവ് അവരുടെ അടുക്കലെത്തി. ആദം എന്ന് എവിടെ? ആദം മറുപടിയായിട്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ ശബ്ദം കേട്ടപ്പോ, തോട്ടത്തിൽ നിന്റെ ശബ്ദം കേട്ടപ്പോ ഞാൻ നഗ്നനാകൊണ്ട് ഭയന്ന് മറഞ്ഞിരുന്നു, ഒളിച്ചിരുന്നു. കർത്താവ് ആദമിനോട് ചോദിച്ച ചോദ്യം ഇതാ: ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ ആ വൃക്ഷഫലം നീ കഴിച്ചു? അവിടെ ദൈവവും ആദമും ഹവ്വയും തമ്മിൽ അല്പനേരം സംഭാഷണങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അപ്പൊ അവിടെ ആദമിന്റെ ജീവിതത്തിൽ വന്ന വീഴ്ച, ആ വീഴ്ചയ്ക്ക് ശേഷം കർത്താവിനോട് പറഞ്ഞത്, നിന്റെ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കും, നീ അധ്വാനിച്ച് നിന്റെ കാര്യങ്ങൾ നടത്തും. ഇതുവരെയും നിന്റെ അധ്വാനമല്ല, കാരണം ഭൂമി അതിന്റെ വിളവ് തന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ ജോലികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക, കാര്യങ്ങൾ നോക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ അമിതമായ ഒരു അധ്വാനമൊന്നും അവനില്ല. കൃഷി ചെയ്യേണ്ട കാര്യമില്ല, കൃഷി അവിടെ ഉണ്ട്. എന്നാൽ അവനെ പുറത്താക്കിയപ്പോ കർത്താവ് പറഞ്ഞ, അവനെ എടുത്ത നിലത്ത് അവൻ കൃഷി ചെയ്യേണ്ടതിന് അവനെ പുറത്താക്കി, തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ഈ തോട്ടത്തിന്റെ വിളവെന്ന് പറയുന്നത്, ആ തോട്ടത്തിലെ മനോഹാരിത എന്ന് പറയുന്നത് ആദമിനും ഹവ്വയ്ക്കും വേണ്ടി ദൈവം ആക്കി വെച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിന്റെ നിഴലാണ്, കർത്താവിന്റെ നിഴലാണ് പഴയ നിയമത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർത്താവിനോടുകൂടെ ചേർന്ന് ഒരു വ്യക്തി ജീവിക്കാനായിട്ട് ആ ദൈവകൃപയിൽ, ആ കർത്താവിന്റെ മഹത്വത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റാൻ കർത്താവിന് കഴിയും.
അവനെ ഒരു അനുഗ്രഹമാക്കി തീർക്കുന്നത് കർത്താവിന്റെ പദ്ധതിയിലുള്ള കാര്യം. നമ്മുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, ക്രിസ്തുവിലായ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പൊ പഴയ നിയമത്തിൽ കർത്താവ് അവരോട് പറഞ്ഞത് പഴം തിന്നരുത്, തിന്നുന്ന നാൾ നീ മരിക്കും. എന്നാൽ പാപം ചെയ്ത് മനസ്സാക്ഷിയുടെ കുറ്റബോധം കൊണ്ട് ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തിയ ആദമിനും ഹവ്വയ്ക്കും ദൈവം കൊടുത്ത വലിയ കാര്യമെന്ന് പറയുന്നത്, മാനവജാതിക്ക് ദൈവം കൊടുത്ത ഒരു വലിയ കാര്യം. അവരെ കുറിച്ച് തന്നെ പറഞ്ഞൊരു കാര്യം, ഇത്രയും വലിയ മനോഹരമായ ന്യായപ്രമാണം ലഭിച്ച വേറൊരു ജാതി ഏതും. അവരെ കുറിച്ച് തന്നെ ചിന്തിച്ചിരുന്നൊരു കാര്യം ഇതാണ്. അവരുടെ ന്യായപ്രമാണം അവർക്ക് ലഭിച്ചിരുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു വലിയ കാര്യമായിട്ട് അവർ മനസ്സിലാക്കിയത് ന്യായപ്രമാണം. കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് എന്താണെന്നും എങ്ങനെയാണെന്നും ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്താണ്, ഇതൊന്നും മറ്റുള്ളവർക്ക് അറിയത്തില്ല. ന്യായപ്രമാണത്താൽ ഇവർക്ക് മാത്രമേ ആ അറിവുള്ളൂ എന്ന ചിന്ത കൊണ്ട് ഇവര് അതിനെ വലിയ ശ്രേഷ്ഠതയായിട്ടാണ് കണ്ടത് ന്യായപ്രമാണത്തെ. അങ്ങനെ ന്യായപ്രമാണത്തെ നമുക്ക് റോമാലേഖനത്തിൽ, ഗലാത്യ ലേഖനം 3:21 നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീവിപ്പിക്കാനായിട്ട് ലഭിച്ച കൽപ്പന, ജീവൻ നൽകാനായിട്ട് നൽകപ്പെട്ട കൽപ്പന. ജീവനാ നൽകിയ ന്യായപ്രമാണം എനിക്ക് മരണഹേതുവായി തീർന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ ആ ന്യായപ്രമാണത്തിന്റെ അകത്ത്, ആ ന്യായപ്രമാണത്തിന്റെ ആരംഭം, നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ നീ സേവിക്കാവൂ, ആരാധിക്കാവൂ. എന്നാൽ ആ ന്യായപ്രമാണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കർത്താവ് പറയുന്നത്, ശബത്ത് നാളിനെ വിശുദ്ധീകരിപ്പാൻ ഓർക്കാം. നീ സ്വസ്ഥമായിരിക്കണം. 6 ദിവസം അധ്വാനിച്ചതിന്റെ വേലയൊക്കെയും ചെയ്യുക, 7ാമത്തെ ദിവസം നീ സ്വസ്ഥമായിരിക്കണം. അപ്പൊ ദൈവം അവർക്ക് കൽപ്പന കൊടുത്തിരിക്കുകയാണ്, നീ സ്വസ്ഥമായിരിക്കണം. 6 ദിവസം നിന്റെ ജോലികളെല്ലാം ചെയ്യണം, 7ാം ദിവസം നിന്റെ സ്വസ്ഥതയുടെ നാളാണ്. നിന്നെ അധ്വാനിച്ച് നിന്റെ ശരീരത്തെ ബലഹീനമാക്കേണ്ട ദിവസമല്ല, അന്ന് നീ സ്വസ്ഥമായിരിക്കണം. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, നിന്റെ ആ ശബത്ത് നാളിനെ വിശുദ്ധീകരിപ്പാൻ ഓർക്കാം. വിശുദ്ധീകരിക്കുക, സ്വസ്ഥതയെ വിശുദ്ധിയായിട്ട് ബന്ധപ്പെടുത്തി അവിടെ പറയുന്നത്. അതിന് കാരണം നമുക്ക് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, കർത്താവ് 6 ദിവസം കൊണ്ട് തന്റെ വേലയൊക്കെയും തികച്ച് 7ാം നാളിൽ നിവൃത്തനായി, താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. ഇവിടെ പറയുന്നത് 3 കാര്യങ്ങളെ ഒരുമിച്ച് കാണുക. 1 സ്വസ്ഥമായിരുന്നു, 2 അനുഗ്രഹിച്ചു, 3 ശുദ്ധീകരിച്ചു. ഇത് 3 കാണുക. ഇപ്പൊ 7ാമത്തെ ദിവസം സ്വസ്ഥതയുടെ ദിവസമാണ്, അനുഗ്രഹത്തിന്റെ ദിവസമാണ്, വിശുദ്ധിയുടെ ദിവസമാണ്. അപ്പൊ ഇത് 3, സ്വസ്ഥതയും അതുപോലെ തന്നെ അനുഗ്രഹവും വിശുദ്ധിയും, ഇത് ഒരുമിച്ച് നിൽക്കുക. ഈ 7ാം ദിവസം ശബത്ത് ദിവസത്തെ ആചരിക്കുക, അതിനെ പ്രമാണിക്കുക. നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ സീനാമലയിൽ ദൈവം മോശയ്ക്ക് നൽകിയ പ്രമാണങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില കാര്യങ്ങളെ കർത്താവ് കൊടുത്ത് 7ാം ദിവസം ഇന്ന കാര്യങ്ങൾ നീ ചെയ്യരുത് 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 എന്ന് പ്രമാണങ്ങളെ കൊടുത്തു. ആ പ്രമാണങ്ങളൊക്കെ അവരതുപോലെ അനുസരിക്കാൻ നിർബന്ധിതരായിരുന്നു. അനുസരിക്കാത്ത വ്യക്തികളെ കൊന്നുകളയുക, ശിക്ഷിക്കുക, അതൊക്കെയായിരുന്നു പ്രമാണം. അപ്പൊ ശബത്ത് ദിവസത്തിന് അത്രത്തോളം പ്രാധാന്യം കർത്താവ് കൊടുത്തു. തന്റെ ജനം സ്വസ്ഥമായിരിക്കുക എന്നത് ദൈവം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കണ്ടത്. അതായത് കർത്താവ് 7ാം ദിവസത്തെ കർത്താവ് വിശുദ്ധീകരിക്കുകയും പിന്നത്തതിൽ ജനം അവരുടെ വാഗ്ദത്ത ദേശത്തെത്തിയ ശേഷം 7ാം ദിവസം നിലത്ത് ജോലി ചെയ്യരുത്. 7ാമത്തെ വർഷം മുഴുവൻ നിലത്തെ വെറുതെ ഇടണം. എന്നാൽ 49-50 വർഷങ്ങളിൽ പറയുന്നത് യോവേൽ സംവത്സരം, 2 വർഷം ജോലി ചെയ്യാൻ പാടില്ല.
ആ 2 വർഷം ജോലി ചെയ്യാതിരിക്കുമ്പോഴും ദൈവം അവരെ നോക്കിക്കൊള്ളും. ദൈവം അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. അപ്പൊ ആ യോവേൽ സംവത്സരത്തിന്റെ പ്രത്യേകത ഏത് അടിമയെയും സ്വതന്ത്രനാക്കണം. യോവേൽ സംവത്സരം അത് സ്വാതന്ത്ര്യത്തിന്റെ വർഷം, വിടുതലിന്റെ വർഷം. അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം തന്റെ ക്രമത്തിൽ, തന്റെ സിസ്റ്റത്തിൽ തന്നെ ഒരു സ്വാതന്ത്ര്യം, ഒരു സ്വസ്ഥത ജനത്തിനു വേണ്ടി കർത്താവ് റെഡിയാക്കി വെച്ചിരിക്കും. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ സ്വസ്ഥതയാണ്. നാം സ്വസ്ഥമായിരിക്കുക എന്നതാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ രോഗികളാകാൻ, നിരാശപ്പെട്ടു പോകാൻ, തളർന്നു പോകാൻ, വ്യക്തിത്വത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാകാൻ എല്ലാം കാരണം സ്വസ്ഥതയില്ലായ്മ, അവിശ്വാസം കൊണ്ട് സ്വസ്ഥതയില്ലാതെ. അപ്പൊ ഇവിടെ സ്വസ്ഥത, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കാനായിട്ട് കർത്താവ്. പക്ഷെ അവർക്ക് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റുന്നില്ല. സ്വസ്ഥമായി ഇരിക്കുന്നുണ്ട്, പക്ഷെ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിൽ ആവോളം ശ്രമിക്കുകയാണ് സ്വസ്ഥത പ്രാപിക്കാനായിട്ട്, കഴിയുന്നില്ല. അവർ ഓട്ടം, അവരുടെ ശ്രമത്തിന്റെ പുറകെ അവർ ശ്രമിക്കുന്നു, പക്ഷെ സ്വസ്ഥത ലഭിക്കുന്നില്ല. ഒരു ഓട്ടത്തിലാണ്. പ്രിയപ്പെട്ട, ഇവിടെ ദൈവവചനത്തിൽ പറയുന്ന ഒരു കാര്യം, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. എബ്രായ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ അതിൽ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ദൈവജനത്തിന് ഒരു ശബത്തനുഭവത്തെ കുറിച്ചാണ് ആ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ അവിടെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവിടെ പറയുന്നത് ഭയപ്പെടണം. എന്തിനാണെന്നറിയോ? അവന്റെ സ്വസ്ഥത, ഇൻ ഹിസ് റെസ്റ്റ്, അവന്റെ സ്വസ്ഥത. എന്താണ് ഈ കർത്താവിന്റെ സ്വസ്ഥത എന്ന് പറയുന്നത്? കർത്താവിന്റെ സ്വസ്ഥതയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, 7-ാം ദിവസം തന്റെ വേലയൊക്കെയും തികച്ച ശേഷം നിവൃത്തനായി, സ്വസ്ഥമായി 7-ാം നാളിനെ ശുദ്ധീകരിച്ചു, 7-ാം നാളിനെ അനുഗ്രഹിച്ചു. ചിന്തിച്ചു നോക്കുക. അതിനുശേഷം കർത്താവ് റെസ്റ്റ് എടുത്തെന്നാണോ കാണുന്നത്? അല്ലല്ലോ. ആദാമിനോട് സംസാരിക്കുന്നു, കായിനോട് സംസാരിക്കുന്നു, ഹാബേലിന്റെ രക്തത്തിന് നിലവിളി കേൾക്കുന്നു, ഹാനോക്കിന്റെ കൂടെ നടക്കുന്നു, നോഹയോട് സംസാരിക്കുന്നു, പെട്ടകം ഉണ്ടാക്കുന്നു, മഴ പെയ്യിക്കുന്നു, നോഹയെ അനുഗ്രഹിക്കുന്നു, നോഹയുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. തുടർന്ന് നമുക്ക് കാണാം അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ, ഇസഹാക്കിനോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ, യാക്കോബിനോടുള്ള ദൈവിക ഇടപെടൽ. അവിടെയൊക്കെയും ലാബാന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാനായിട്ട് കർത്താവ് ഇറങ്ങി വന്ന് യാക്കോബിന്, അടിമത്വത്തിലായിരുന്ന ദൈവജനത്തെ ഫറവോന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് തന്നെ നീട്ടിയ ഭുജത്തെ കർത്താവ് വെളിപ്പെടുത്തി. അടിമത്വത്തിൽ നിന്ന് പുറത്തു വന്ന ജനത്തിന് വാഗ്ദത്ത ദേശം വരെയുള്ള യാത്രകളിലും ഒക്കെയും ആ കർത്താവിന്റെ കരം അവരെ നയിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ എല്ലാം കർത്താവിന്റെ അത്ഭുത പ്രവൃത്തിയാണ്. അവര് വാഗ്ദത്ത ദേശത്തെത്തുവാൻ അവിടെ എത്തിയപ്പോഴും ചുറ്റുപാടുമുള്ള രാജ്യങ്ങള്, പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും ദൈവം അവരുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്തു എന്ന വചനത്തിൽ കാണും. അവർക്ക് രാജാവിനെ നൽകി, പുരോഹിതന്മാരെ നൽകി, ന്യായാധിപതികളെ നൽകി. എല്ലാം ദൈവം സ്വസ്ഥമായിരുന്നു നമ്മൾ കാണുന്നേ. പക്ഷെ 7-ാം ദിവസം കർത്താവ് നിവൃത്തനായി, സ്വസ്ഥനായി, അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. അതായത് സൃഷ്ടിയുടെ സമയത്ത് തന്നെ ക്രിയേഷനിൽ സാൽവേഷൻ ഓൾസോ ഫിനിഷ്ഡ്. അതായത് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ കാണുന്നു: ലോക സ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ടവനായ ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പൊ അന്ന് തന്നെ വില കൊടുത്തവനായ ദൈവം, പുത്രനെ യാഗമാക്കി നൽകിയവനായ ദൈവം, ഇവിടെ നടക്കുന്ന മാനുഷികമായ ബലഹീനതകൾ, മാനുഷികമായ ഓട്ടത്തിന്റെ ക്രൈസിസ് ഒന്നും, നടക്കുന്ന ബഹളങ്ങളൊന്നും
സ്വർഗത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. കാരണം സ്വർഗത്തിലെ പിതാവിന് അറിയാം ഇതിന് മുഴുവൻ നിവർത്തി വന്ന് കഴിഞ്ഞതാണ്. അപ്പൊ പിതാവ് പ്രവേശിച്ച സ്വസ്ഥത എങ്ങനത്തേതാ ഇതിന്റെ? കാരണം ലോക സ്ഥാപനത്തിന് വില കൊടുത്തതാ. എന്റെ സൃഷ്ടിയെ തകർക്കാൻ ആർക്കും ആവത്തില്ല, ആർക്കും കഴിയത്തില്ല, ആർക്കും വിട്ടുകൊടുക്കത്തില്ല. കാരണം സൃഷ്ടിയുടെ മുമ്പ് തന്നെ അതിന് വില, അതിന്റെ വീണ്ടെടുപ്പിന്റെ വില ആമേൻ സ്വർഗത്തിലെ ദൈവം നൽകി. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നതിനെ ഓർത്തുള്ള സ്വസ്ഥതയല്ല, സംഭവിച്ചതിനെ ഓർത്തുള്ള സ്വസ്ഥത. അവന്റെ സ്വസ്ഥത എന്ന് പറയുന്നത് ഇതാണ്. പിതാവിന്റെ സ്വസ്ഥത എന്താണെന്നറിയോ? അതെ, ആദം പാപം ചെയ്യും, തന്റെ ജനം അടിമത്വത്തിൽ കിടക്കുമ്പോൾ പാപം ചെയ്യും. വാസ്തവ ദേശത്തേക്ക് പോകുമ്പോ അവര് എനിക്കെതിരെ പിറുപിറുക്കും, പല കാര്യങ്ങളും സംഭവിക്കും. പക്ഷെ ഞാൻ എനിക്കൊരു ശേഷിപ്പിനെ വെച്ചിരിക്കുക, അത് ക്രിസ്തുവിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട്. ആ ക്രിസ്തുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിലൂടെ അതിന്റെ വില അനുഭവിക്കുന്ന ഒരു ജനത എഴുന്നേൽക്കും. അത് തിരിച്ചറിയുന്ന ഒരു ജനത എഴുന്നേൽക്കും. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ച ഒരു ജനം എഴുന്നേൽക്കും. അവരാരാന്നറിയാമോ? ക്രൂശിക്കപ്പെടാനിരിക്കുന്ന, വരാനിരിക്കുന്ന കർത്താവിനെ കുറിച്ച്, തരാൻ പോകുന്ന അത്ഭുതത്തെ കുറിച്ച്, ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തെ കുറിച്ച് കാത്തിരിക്കുന്നവരല്ല, വന്ന് മരിച്ചവനായ, അനുഗ്രഹിച്ചവനായ ആ ദൈവത്തിലുള്ള കാഴ്ചപ്പാടാണ് ആ ഹല്ലേലൂയ പിതാവിന്റെ അകത്ത് സ്വസ്ഥത തന്നെങ്കിൽ അതേ സ്വസ്ഥതയാണ് നിങ്ങളിലും എന്നിലും വരേണ്ടത്. അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ വാഗ്ദത്തം. പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങളിപ്പോ ഒരുപക്ഷെ ഇപ്പോൾ അറ്റ് പ്രസന്റ് നിങ്ങൾ ഒരു രോഗിയായിരിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ വലിയൊരു മാരക രോഗമായിരിക്കാം. പറഞ്ഞിരിക്കുന്ന ട്രീറ്റ്മെന്റ് ഭയപ്പെടുത്തുന്നതായിരിക്കും. ആ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നത് നിങ്ങളെ തളർത്തിക്കളയുന്നതായിരിക്കാം. പക്ഷെ നിങ്ങൾ മറക്കരുത്, ആ രോഗത്തിന് യേശു ക്രിസ്തു ക്രൂശിൽ വില കൊടുത്തു കഴിഞ്ഞു. അവന്റെ സ്വസ്ഥതയിലേക്കൊന്ന് പ്രവേശിച്ചു. അവന്റെ സ്വസ്ഥതയിലേക്കൊന്ന് പ്രവേശിച്ചു. മക്കളെ എത്ര ശ്രമിച്ചിട്ടും മക്കളെ ആ ശിക്ഷണത്തിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിൽ, ആ ദൈവികമായ നിലയിലേക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയുന്നില്ല. നിരാശപ്പെടേണ്ട. ആ തലമുറകൾക്ക് വേണ്ടി കർത്താവ് യേശു ക്രൂശിൽ വില കൊടുത്തതാണ്. ദാരിദ്ര്യം വല്ലാതെ പിടിച്ച് ഞെരുക്കുക, എന്ത് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. 2 കൊരിന്ത്യർ 8:9 പറയുന്ന അനുസരിച്ച് നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്ന കൃപ അതൊന്ന് ഓർത്തേ. ശാപം നിങ്ങളെ മൂടിയതുപോലെ തോന്നുന്നുണ്ടോ? ഗലാത്യർ 3:13-14 വാക്യം. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടത്. അതെ, അത് ക്രൂശിൽ സംഭവിച്ചു കഴിഞ്ഞു. അവന്റെ സ്വസ്ഥതയിൽ ഒന്ന് പ്രവേശിച്ചേ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ 1 പത്രോസിലെങ്കിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞ നമ്മുടെ രോഗങ്ങളെ വഹിച്ചുകൊണ്ടവൻ ക്രൂശിന്മേൽ കയറി, നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ടവൻ ക്രൂശിന്മേൽ കയറി. അവൻ രോഗം ശീലിച്ചവനായി. നമ്മുടെ രോഗമൊക്കെയും അവൻ വഹിച്ചു, നമ്മുടെ വേദന ഒക്കെയും അവൻ ചുവന്നു. അവന്റെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, സംഭവിച്ചു കഴിഞ്ഞതാ. അവന്റെ സ്വസ്ഥതയിലേക്ക് ഒന്ന് പ്രവേശിച്ചേ. യു ആർ ഹീൽഡ്. നിങ്ങൾ സൗഖ്യം പ്രാപിച്ചവരാണ്. നിങ്ങൾ സൗഖ്യം പ്രാപിച്ചവരാണ്. കുറ്റബോധം നിങ്ങളെ വാഴുന്നു. റോമാലേഖനം 3-ാം അധ്യായം 24, 25, 26 വാക്യങ്ങളിൽ പറയുന്നത്, ആമേൻ, പിതാവായ ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം പുത്രനെ പരസ്യമായി നിർത്തിയിരിക്കുക. പരസ്യമായി നിർത്തിയിരിക്കുക. കൊലോസ്യർ 1:20 പറയുന്നത്, ക്രൂശിൽ ചൊരിഞ്ഞ രക്തമുഖാന്തരം നമ്മെ അവനോട് ക്രിസ്തു മുഖാന്തരം പിതാവിനോട് നിരപ്പിച്ചു. 1 യോഹന്നാൻ 1:7 തന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നിങ്ങളകത്ത് കുറ്റബോധം കിടക്കണം. വിശ്വസിച്ചേ, അവൻ തന്റെ രക്തം കൊണ്ട് നിങ്ങളുടെ പാപത്തിന് വില കൊടുത്തു. അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചേ. അവന്റെ സ്വസ്ഥതയിലേക്ക്. ഹല്ലേലൂയ. അവന്റെ സ്വസ്ഥത.
അതേ പ്രിയപ്പെട്ടവരെ, ആ കർത്താവിലുള്ള സ്വസ്ഥത നിങ്ങളുടെ ഹൃദയത്തെ വാഴട്ടെ. സംഭവിച്ചു കഴിഞ്ഞു. ആമേൻ. ലോക സ്ഥാപനത്തിന് മുമ്പേ അടിക്കപ്പെട്ടവനായ ദൈവത്തിന്റെ കുഞ്ഞാണ്. അതുകൊണ്ട് പിതാവ് തന്റെ പ്രവൃത്തികളെല്ലാം തികച്ചു എന്ന് പറയുമ്പോൾ നമുക്കവിടെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇവിടെ വചനത്തിൽ നിന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നത്, ലോകസ്ഥാപനത്തിനു മുമ്പേ അടിക്കപ്പെട്ടവനായ ദൈവത്തിന്റെ കുഞ്ഞാണ്. അങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. ലോകസ്ഥാപനം മുതൽ, വെളിപ്പാട് പുസ്തകം അതിന്റെ 13-ാം അധ്യായം 8-ാം വാക്യം, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെ അതിനെ നമസ്കരിക്കും. അപ്പൊ അവിടെ പറയുന്നത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടവനായ ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുണ്ട്. പിതാവ് പ്രവേശിച്ച സ്വസ്ഥത എന്താണെന്നറിയോ? ലോകസ്ഥാപനത്തിന് മുമ്പേ പുത്രൻ വില കൊടുത്തതുകൊണ്ട് പിതാവിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, അവന്റെ സ്വസ്ഥതയിലേക്ക് നാം പ്രവേശിക്കുന്നത്. ആമേൻ. പുത്രൻ ഹല്ലേലൂയ തന്റെ സൃഷ്ടിയുടെ വീഴ്ചയ്ക്ക് വേണ്ടി വില കൊടുത്തു, നൽകപ്പെട്ട് കഴിഞ്ഞു. ആ സ്വസ്ഥതയിലേക്കാണ് പ്രവേശിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമാണ്? സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു, വില കൊടുത്തു കഴിഞ്ഞു എന്നുള്ള ബോധ്യത്തിൽ, വില കൊടുത്തു കഴിഞ്ഞു എന്ന ബോധ്യത്തിൽ ആ സ്വസ്ഥതയിലേക്ക് ഒന്ന് പ്രവേശിച്ചു. നിങ്ങൾ ആരുമാകട്ടെ, എന്തുമാകട്ടെ, കർത്താവിന് അത് വിഷയമേ അല്ല. ബട്ട് ഹി ലവ്സ് യു. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തിനേക്കാളും ആരെക്കാളും ഹി ലവ്സ് യു. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എല്ലാ ഭാരത്തെയും ഭയത്തെ എല്ലാം എടുത്തു കളഞ്ഞ് അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. അവന്റെ സ്വസ്ഥത നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചോർത്തല്ല, സംഭവിച്ചു കഴിഞ്ഞതിനെ കുറിച്ചോർത്തുള്ള സ്വസ്ഥതയാണ്. ആ സ്വസ്ഥതയിലേക്ക് ഒന്ന് പ്രവേശിച്ചു, ഒന്ന് തിരിച്ചറിഞ്ഞ് യേശു എന്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചതാണ്. എന്റെ ശാപത്തിനു വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചതാണ്. എന്റെ അകൃത്യങ്ങൾ അവൻ ചുമന്നതാണ്. എന്റെ ബലഹീനതകളെ അവൻ ചുമന്നതാണ്. അവന്റെ അടിപ്പിടരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒരു രോഗവും എന്നെ ഡോമിനേറ്റ് ചെയ്യത്തില്ല, എന്നെ വാഴത്തില്ല. പൗലോസ് പറഞ്ഞൊരു കാര്യം, ആകയാൽ പാപം ഇനിമേൽ നമ്മിൽ കർത്തൃത്വം നടത്തത്തില്ല. പാപം ചെയ്യത്തില്ല എന്നല്ല, പാപം സംഭവിക്കത്തില്ല എന്നല്ല, പാപത്തിന് കർത്തൃത്വം പോയി. മുമ്പ് പാപം എന്നെ വാണിരുന്നു. പൗലോസ് പറഞ്ഞൊരു കാര്യം, ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ അത് ചെയ്തത്. അതെ, ഇന്നുവരെ പാപം എന്നിൽ വസിച്ചുകൊണ്ട് ചിലത് ചെയ്തെങ്കിൽ ഇനി അതല്ല. ആമേൻ. ഞാൻ അതിന്റെ വാഴ്ചയെ തകർത്തു ക്രിസ്തുവിലെ വിശ്വാസത്തിൽ. രോഗത്തെ, അതിന്റെ ശക്തി, അതിന്റെ വേര് മുറിച്ചു കളഞ്ഞു ക്രിസ്തുവിലുള്ള വിശ്വാസം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം, അവന്റെ സ്വസ്ഥത സംഭവിച്ചു കഴിഞ്ഞതിൽ ഉള്ള ഉറപ്പാണ്. കർത്താവ് നിങ്ങളുടെ രോഗത്തിന്റെ വില കൊടുത്തു കഴിഞ്ഞതാണ്. നിങ്ങൾ സൗഖ്യമായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പാപത്തിന്റെ വില അവൻ കൊടുത്തതാ. നിങ്ങൾ നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളുടെ ശാപത്തിന്റെ വില അവൻ കൊടുത്തതാ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി കഴിഞ്ഞു. നിങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ വില അവൻ കൊടുത്തതാണ്. നിങ്ങൾ സമ്പന്നരായി കഴിഞ്ഞു. നിങ്ങളുടെ അകത്തു നിന്ന് ആ ദാരിദ്ര്യത്തിന്റെ ചിന്താഗതി മുഴുവൻ മാറിപ്പോയിട്ട് നിങ്ങളുടെ ഹൃദയം അനുഗ്രഹിക്കപ്പെട്ടതായി, സ്വസ്ഥത നിറഞ്ഞതായി. ഹല്ലേലൂയ. അനേകരുടെ മുമ്പിൽ ഒരു അനുഗ്രഹവും സാക്ഷ്യമായി തീരാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. എബ്രായ ലേഖനം അതിന്റെ 4:1 ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവന്റെ സ്വസ്ഥതയിൽ. അവന്റെ സ്വസ്ഥത എന്താണെന്നറിയാമോ? വില കൊടുത്ത് കഴിഞ്ഞു എന്ന ഉറപ്പാണ്. അതേ പ്രിയപ്പെട്ടവരെ, ആ ഉറപ്പോടെ ഇന്ന് പ്രാർത്ഥിക്കാമോ? ചേർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ നിങ്ങളിൽ ഇതുവരെയും ഹല്ലേലൂയ നിങ്ങളെ നിരാശപ്പെടുത്തി നിന്ന, നിങ്ങളെ തളർത്തിയും നിങ്ങളെ അടിമപ്പെടുത്തി നിന്ന ഭയങ്ങൾ നിങ്ങളെ വിട്ടു മാറിപ്പോ. ഇപ്പോ തന്നെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവം മഹത്വം ഇറങ്ങണം പോവാം. നിങ്ങളായിരിക്കുന്ന വീട്ടിൽ, നിങ്ങളായിരിക്കുന്ന ഓഫീസിൽ, നിങ്ങൾ എവിടെയാണെങ്കിലും
ഇപ്പോൾ തന്നെ ദൈവ മഹത്വം നിങ്ങളുടെ മേൽ ചലിച്ചിറങ്ങാൻ പോവാം. അത്ഭുതങ്ങളെ കാണുന്ന ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പിതാവിന്റെ ജീവനും സാന്നിധ്യവും ശക്തിയും മഹത്വവും അപ്പാ അവരിലേക്കൊന്ന് ഒഴുകട്ടെ കർത്താവെ. എല്ലാ ബലഹീനതകൾക്ക് വേണ്ടി അടിക്കപ്പെട്ട കർത്താവെ, ആരൊക്കെ രോഗികളായിട്ട് എന്നെ കാണുന്നു, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അവരുടെ അകത്തുനിന്ന് രോഗശക്തികളുടെ കെട്ടുപൊട്ടട്ടെ കർത്താവെ. എത്ര വർഷങ്ങളായി അവരെ വാഴുന്ന രോഗമാണെങ്കിലും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ ഉള്ളിൽ ഭയം കയറി, ആ രോഗത്തെക്കുറിച്ച് ഓർത്ത് ഭയം, അയ്യോ ഇത് വലിയ പ്രയാസമാകുമോ, ഞാൻ കിടപ്പിലായി പോകുമോ, ഞാനൊരു മാറാത്ത രോഗിയാകുമോ എന്നൊക്കെ അകത്ത് ഭയം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ക്രൂശിൽ അങ്ങ് ചൊരിഞ്ഞ രക്തത്താൽ, ക്രൂശിൽ അങ്ങ് ശരീരത്തിലേറ്റ മുറിവ് കൊണ്ട് അവൻ വന്ന സൗഖ്യം ഇപ്പോൾ തന്നെ ആ ശരീരങ്ങളെ തൊടട്ടെ, ശരീരങ്ങളെ വാഴട്ടെ. ഇപ്പോൾ തന്നെ ആ ബലഹീനതയുടെ പുറകിൽ നിൽക്കുന്ന ദുരാത്മാവിനെ യേശുവിന്റെ നാമത്തിലെ ശരീരം വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. അവരെ ആളുകൾ ശപിച്ചത്, ആമേൻ, അവർക്ക് വിരോധമായ ആളുകൾ പറഞ്ഞത്, കൂട്ടം കൂടിയത്, ആമേൻ, നിരാശപ്പെടുത്തിയത്, അങ്ങനെ വാക്കുകൾ കൊണ്ട്, ശാപത്തിന്റെ വാക്കുകൾ കൊണ്ട് അകത്ത് മുറിവേറ്റവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ ശാപകരമായ ഭയങ്ങൾ മാറിപ്പോകട്ടെ, ആ ശാപകരമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിപൂർണമായ വിടുതലും പരിപൂർണമായ സൗഖ്യവും പരിപൂർണമായ ബലവും അവരിൽ വാഴട്ടെ കർത്താവ്. ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ ഇത് സംഭവിക്കട്ടെ. അപ്പാ, നിങ്ങളുടെ ജീവന്റെ കരം അവർക്കായി ചലിച്ചതിനാൽ, അവരെ തൊട്ടതിനായി സ്തോത്രം. അപ്പ അവരെ അങ്ങ് അത്ഭുതകരമായ സൗഖ്യമാക്കിയതിനായി സ്തോത്രം ചെയ്യും. വിശേഷിച്ച് ഹല്ലേലൂയ, സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. വലിയ കടഭാരം, വലിയ നിരാശയിലായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സാമ്പത്തികമായുള്ള സകല ഭാരങ്ങളും അവരെ വിട്ടുമാറട്ടെ. അതിനായി വഴികൾ തുറക്കപ്പെടട്ടെ, അപ്രതീക്ഷിത വഴികൾ തുറക്കപ്പെട്ട് കർത്താവ് സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ, അവരുടെ അകത്ത് സാമ്പത്തിക കാര്യത്തിൽ അവരൊരു പക്ഷേ വിശ്വസ്തതയില്ലാതിരുന്നതോ, എവിടെയെങ്കിലും അവർ അബദ്ധങ്ങൾ ചെയ്തോ, കുറ്റബോധം അകത്തുണ്ടെങ്കിൽ അത് മാറിപ്പോകട്ടെ. കർത്താവ് അവരുടെ പ്രാപ്തി നോക്കിയിട്ടല്ല, അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് തക്കവണ്ണം ഇപ്പോൾ തന്നെ അവരുടെ സാമ്പത്തിക മേൽ ഒരു അത്ഭുതം സംഭവിക്കാനായിട്ട് പ്രാർത്ഥിക്കും. കുറ്റബോധങ്ങൾ മാറിപ്പോകട്ടെ. അകത്ത് ക്രിസ്തുവിനുള്ള കോൺഫിഡൻസ്, അവരുടെ പാപം യേശു ക്രൂശിൽ വഹിച്ചു എന്ന ബോധ്യത്തോടെ പാപത്തിൽ വാഴാനായിട്ടല്ല, പാപത്തിന്റെ മേൽവാഴ്ച നടത്താനായിട്ട് അവരിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയാൽ നിറയ്ക്കും യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആ ബോധ്യത്തോടു കൂടെ വാഴുക. കർത്താവ് നിങ്ങൾ എല്ലാ നിലയിലും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.